നെതന്യാഹുവിനോട് മല്ലിടാൻ ജൂതന്മാർ തന്നെ രംഗത്തിറങ്ങുന്നു. യുവജൂതന്മാരാണ് ഇത്തരത്തിൽ രംഗത്തിറങ്ങുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. വിവിധ രാജ്യങ്ങളിലെ ജൂതന്മാർക്കിടയിൽ ഇസ്രായേലിനോടുള്ള എതിർപ്പ് വർദ്ധിച്ചു വരുന്നതായി സർവേ റിപ്പോർട്ട്. ഇസ്രായേലിന്റെ പ്രവാസികാര്യ മന്ത്രാലയം മൊസൈക്ക് യുണൈറ്റഡുമായി ചേർന്ന് നടത്തിയ സർവേയിലാണ് ജൂത കൗമാരം ഇസ്രായേലിന്റെ ഗാസ വംശഹത്യക്കെതിരെ തിരിയുന്നത് വ്യക്തമാക്കുന്നത്. മറ്റ് രാജ്യങ്ങളിലെ ജൂത കൗമാരക്കാരെ അപേക്ഷിച്ച് അമേരിക്കയിലെ ജൂത കൗമാരക്കാർ ഇസ്രായേലിനെതിരെ കടുത്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. അമേരിക്കയിലെ ജൂത കൗമാരക്കാരിൽ 37% പേരും ഹമാസിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നതായാണ് സർവേ ഫലം. ഇസ്രായേൽ മാധ്യമം ജെറുസലേം പോസ്റ്റ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. 14 വയസ്സുള്ളവരിൽ 60% ഹമാസിന് അനുകൂലമായി ചിന്തിക്കുന്നവരാണ്. ആഗോളതലത്തിൽ 7% മാത്രം ഹമാസിനോട് അനുഭാവം പുലർത്തുമ്പോഴാണ് ഇങ്ങനെ ഒരു സർവേ പുറത്തുവരുന്നത്. ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് സർവേയിൽ പങ്കെടുത്ത US-ലെ 42% ജൂത കൗമാരക്കാരും വിശ്വസിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഇത് 9% മാത്രം. ഈ ഞെട്ടിക്കുന്ന സർവേ പുറത്തു വന്നതോടെ അമേരിക്കയിലെ ജൂത കുട്ടികൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് ഇസ്രായേൽ പ്രവാസികാര്യമന്ത്രി അമി ചെയ്ച്ചിക്ലി പറയുകയാണ്. എന്നിരുന്നാലും ഗാസയിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരു യുവത്വം ജൂതന്മാർക്കിടയിൽ തന്നെ വളർന്നു വരുന്നത് ഒരു വലിയ പ്രതീക്ഷയാണ്. ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇതിനോടകം 44,056 ഗാസ കടുത്ത പട്ടിണിയിലേക്ക് നീങ്ങിയെന്നും ദിവസത്തിൽ ഒരു തവണ മാത്രമാണ് ഗാസൻ ജനത ഭക്ഷണം കഴിക്കുന്നതെന്നും UN ഏജൻസി വ്യക്തമാക്കുന്നു. വടക്കൻ ഗാസയേക്കാൾ താരതമ്യേന കൂടുതൽ ഭക്ഷ്യ ട്രക്കുകൾക്ക് പ്രവേശനമുള്ള ദേർ അൽ ബലായിലടക്കം കടുത്ത ഭക്ഷ്യക്ഷാമമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. മധ്യ ഗാസയിലെ പ്രാദേശിക ഭക്ഷ്യനിർമ്മാണ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ആശുപത്രികൾ പ്രതിസന്ധിയിൽ, കുട്ടികൾക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ലെബനൻ കത്തുകയാണ്. ഇങ്ങനെ ഇസ്രായേലിൻ്റെ ക്രൂരതകൾ പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഉൾപ്പെടെ യുവജൂതന്മാർ ഇസ്രായേലിനെതിരായിട്ടാണ് ഇപ്പോൾ സംസാരിച്ചു തുടങ്ങുന്നത്. ഇതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല. അത്രത്തോളം ക്രൂരമാണ് അവരുടെ ഓരോ പ്രവൃത്തികളും. യുദ്ധമില്ലാത്ത ഒരു ഭാവി ആഗ്രഹിക്കുന്ന യുവജൂതന്മാർക്ക് എന്തുകൊണ്ടും ലോകം പ്രശംസ അറിയിക്കുകയാണ്. കാരണം ഇസ്രായേലിൻ്റെ നെതന്യാഹുവിൻ്റെ നിലപാട് പോലെ ആയില്ലല്ലോ അവരുടെ നിലപാട്. അതിൽ നമുക്ക് പ്രത്യാശിക്കാം.